ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നമ്മളേറെ കാലമായി കേൾക്കുന്ന ഒരു നിർദ്ദേശമാണ്. 1952 തെരഞ്ഞെടുപ്പ്, 62 തെരഞ്ഞെടുപ്പ്, 67 തെരഞ്ഞെടുപ്പ്, അങ്ങനെ 4-5 പ്രാവശ്യം ഏകീകൃത തെരഞ്ഞെടുപ്പായിട്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സംവിധാനം, തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിലവിൽ വന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ലോകസഭയിലേക്കും പൊതു തെരഞ്ഞെടുപ്പാണ് ആദ്യകാലങ്ങളിൽ നടന്നിരുന്നത്. അതിനുശേഷം 4ാം ലോകസഭ കാലാവധി പൂർത്തിയാക്കാതെ പിരിയുകയും സമാന്തരമായി കേരളത്തിൽ തുടങ്ങി 57 EMS സർക്കാരടക്കം പിന്നീട് നിരവധി തവണ 356 വകുപ്പ് പ്രയോഗിച്ച് സംസ്ഥാന നിയമസഭകളെ ഇടക്കാലത്ത് വെച്ച് പിരിച്ചുവിടപ്പെടുകയും ചെയ്ത സമയത്ത് തെരഞ്ഞെടുപ്പ് അതുവരെ തുടർന്ന് വന്നിരുന്ന കാലക്രമം തെറ്റുകയും അത് ഇപ്പോഴത്തെ രീതിയിലേക്ക് പരിണമിക്കുകയും ചെയ്തു. വീണ്ടും ഈ മുദ്രാവാക്യം 1980കളിൽ ജസ്റ്റിസ് BP ജീവൻ റെഡ്ഡി കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയും പിന്നീട് പല തട്ടുകളിലായി ആ ചർച്ച വികസിക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും കേന്ദ്ര സർക്കാർ ഇതിനായി ബില്ല് കൊണ്ടുവന്നു. ലോകസഭയിൽ അത് അവതരിപ്പിക്കുകയും ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോയിരിക്കുകയുമാണ്. ഇതാണ് പൊതുവായ രാഷ്ട്രീയ പശ്ചാത്തലം. ഈ വിഷയത്തെക്കുറിച്ച് പാർലമെൻറ്റിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും ചർച്ചകൾ ഉയർന്നു വരേണ്ടതുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗഹനമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന 3 ചിന്താധാരകളിലുള്ള 3 രാഷ്ട്രീയ വിഭാഗങ്ങളിലുള്ള 3 നേതാക്കന്മാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് ഈ ചർച്ച ഇപ്പോൾ ഉയർന്നു വരുന്നതിൻ്റെ പശ്ചാത്തലവും ഇതിൻ്റെ ആവശ്യകതയും ആദ്യം ശിവശങ്കർ തന്നെ വിശദീകരിക്കട്ടെ. അതിനുശേഷം അതിനോടുള്ള സമീപനം മറ്റ് 2 പേരും വ്യക്തമാക്കും. എന്തുകൊണ്ടാണ് ഈ ഏകീകൃത തെരഞ്ഞെടുപ്പ് എന്നുള്ള മുദ്രാവാക്യം ഇപ്പോൾ ഉയർന്നു വരാൻ കാരണം? അത് ഈ ഇന്ത്യയെ പോലെ വൈവിധ്യമായ ഒരു രാജ്യത്ത് അനിവാര്യമാണ്. ശ്രീ അനീഷ് ജേക്കബ്, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ഇന്നത്തെ ഈ ചർച്ചാ വിഷയത്തിൻ്റെ ഒരു ചരിത്രം അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടാണെങ്കിൽ പോലും നല്ല രീതിയിൽ പറഞ്ഞു. അതിൽ തന്നെ ഇതിലെ ഒരു ചർച്ചയ്ക്ക് വിഷയമാകേണ്ട, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ചർച്ചയെ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾക്ക് ഇത്തരം പ്രാധാന്യം വരുന്നത് എന്നുള്ള പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇതൊരു പുതിയ ആശയമല്ല. നരേന്ദ്രമോദി സർക്കാർ ഫെഡറലിസത്തെ അങ്ങ് തകർത്ത് കളയാമെന്ന് വെച്ചുകൊണ്ട് ഇന്നലെയോ 2 ദിവസം മുമ്പോ എടുത്ത ഒരു തീരുമാനവുമല്ല എന്നുള്ള ഒരു ധാരണയും നമ്മൾ മാറ്റിക്കളയണം. കാരണം ഇത് 1983കളിൽ ECI പോലുള്ള ഓർഗനൈസേഷൻസ് അവർ മുന്നോട്ട് വെച്ചതാണ്. അന്ന് ബഹുമാനപ്പെട്ട LK അദ്വാനി അടക്കമുള്ള ആളുകൾ ഈ തിരഞ്ഞെടുപ്പ് ഏകീകൃതമായി നടത്തണം, സാധിക്കുമെങ്കിൽ തിരഞ്ഞെടുപ്പിനുള്ള ചിലവ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കേന്ദ്ര സർക്കാർ വഹിക്കണം എന്നുള്ള തരത്തിലുള്ള വളരെ വിപ്ലവകരമായ തീരുമാനങ്ങൾ കൂടി, ആശയങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അപ്പോൾ അഴിമതി കുറയ്ക്കാൻ പറ്റും തിരഞ്ഞെടുപ്പിൽ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ കാര്യത്തിൽ ചർച്ച ചെയ്തായിട്ട് ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നിട്ടും ഇത്തരത്തിൽ വളരെ ഒരു ഗുണപരമായ തീരുമാനങ്ങൾ രാജ്യത്തിനാകമാനം നടക്കുന്ന ഒരു തീരുമാനത്തിനെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നതെന്ന് വെച്ചാൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർച്ചയായും പല കാരണങ്ങളുണ്ടാകും. അതിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കുക, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് മൂലമുണ്ടാകുന്ന വർക്കിംഗ് ഡേയ്സ് അത് കുറയുന്നു, ഒരുപാട് വർക്കിംഗ് ഡേയ്സ് കുറയുന്നു എന്നുള്ള കണക്ക് HLC റിപ്പോർട്ട് പ്രകാരം, രാംനാഥ് കോവിന്ദ് സാറിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമ്മളുടെയൊക്കെ മുന്നിലുണ്ട്. അത് നെറ്റിൽ എല്ലാവർക്കും അവൈലബിളുമാണ്. അപ്പോൾ ഇതെല്ലാം ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പഠിക്കുന്നവർക്ക് പോലും, ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവർക്കും പോലും ഈ കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് 2019 ലോക്സഭ ഇലക്ഷൻസ് എലോൺ അറൗണ്ട് 6,000 crores ആണ് എക്സ്പെൻസ് വന്നത് എന്ന് HLC റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് 1 ലക്ഷം കോടി വരെ അയേക്കാം ചിലവ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്.
അതുപോലെ തന്നെ മറ്റു ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ 2014 മുതൽ 2019 വരെ തിരഞ്ഞെടുപ്പ് കാരണം MCC കൊണ്ട് മോഡൽ കോണ്ടാക്റ്റ് കൊണ്ട് നമുക്ക് നഷ്ടമായത് 800 ദിവസങ്ങളാണ് എന്ന് ഉള്ള ഒരു കണക്കുകളും നമ്മളെ അത്രയൊന്നും സന്തോഷിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ എതിർക്കുന്ന MP സാറായിട്ടുള്ള ബ്രിട്ടാസ് ആയാലും അതുപോലെ തന്നെ പ്രേമേന്ദ്രൻ സാറായാലും അവരൊന്നും ഇത്തരത്തിൽ വർക്കിംഗ് ഡേയ്സ് നഷ്ടമാകുന്നതിനെ അംഗീകരിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ മറ്റൊരു കണക്ക് കൂടി പറഞ്ഞത് പെട്ടെന്ന് അവസാനിപ്പിക്കാം. രണ്ടാമത്തേത്, മഹാരാഷ്ട്രയിൽ മാത്രം 5 വർഷം കൊണ്ട് സ്റ്റേറ്റ് ലെവൽ ഇലക്ഷൻസും മറ്റുപോലുള്ള പഞ്ചായത്ത് ഇലക്ഷൻ നടന്നുകൊണ്ട് 307 ദിവസങ്ങൾ നഷ്ടമായി മഹാരാഷ്ട്രയിൽ മാത്രം ഇത്തരത്തിലുള്ള ഇലക്ഷൻ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതിന് കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് ഇലക്ഷൻസും കാര്യമായി നമ്മളുടെ വർക്കിംഗ് ഡേയ്സിനെ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഇത്തരം പദ്ധതികളെയും നേട്ടങ്ങളെയും അവരുടെ വർക്കിംഗ് ഡേയ്സും എല്ലാം ബാധിക്കുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കണക്കുകൾ പറഞ്ഞത്. ഈ കണക്കുകൾ BJPയുടെ കണക്കുകളല്ല, HLCയുടെ കണക്കുകളാണ്. ഞാനൊരു തമാശ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിശ്വസിക്കുന്നു. സത്യത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനെ എതിർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന 2 എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരും MP-മാരും സത്യത്തിൽ ഇത് എതിർക്കേണ്ടതല്ല. കാരണം ഇപ്പോൾ ഹരിയാന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഡൽഹി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും സത്യത്തിൽ ഇവർ വൺ നേഷൻ വൺ ഇലക്ഷനെ പിന്തുണയ്ക്കേണ്ടതാണ്. കാരണം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർഷാവർഷം മാസാമാസം വിഷമിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഒറ്റയ്ക്കൊരു വിഷമം നടത്തി അവസാനിപ്പിക്കുന്നത് എന്നത് ആണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ടും ഇത്തരം തെരഞ്ഞെടുപ്പുകളെ എതിർക്കുന്നു എന്നുള്ളതും എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു ജനങ്ങളുടെ നേട്ടത്തിനും രാജ്യത്തിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെയുള്ള സുഗമമായ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുടെ നടത്തിപ്പിനും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അംഗീകരിക്കേണ്ടതാണ്. അതിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഭാവിയിൽ വന്നേക്കാം, അല്ലെങ്കിൽ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെയുള്ള ഭരണഘടനയിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയേക്കാം. എന്നുള്ളതൊഴിച്ചാൽ ഇത് പൂർണ്ണമായും രാജ്യത്തിനൊട്ടാകെയും സംസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കും നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ, ശിവശങ്കർ സാർ പറഞ്ഞതനുസരിച്ച് തെരഞ്ഞെടുപ്പ് ചെലവിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അത് ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. 2009 1115 കോടിയായിരുന്നു ചിലവ്. 2014 3870 കോടിയായെന്നൊരു കണക്കുണ്ട്. അങ്ങനെ വന്ന് 2024 1.35 ലക്ഷം കോടിയായി തെരഞ്ഞെടുപ്പ് ചിലവ് ഉയർന്നു എന്നാണ് ചില കണക്കുകൾ പറയുന്നത്. ഇത് രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് ചെലവിടുന്നത് കണക്ക് വേറെ. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം ചോദ്യമായി വരുന്നത്, ഈ തെരഞ്ഞെടുപ്പ് പല സമയങ്ങളിലായി നടക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണാധികാരികളെ തിരുത്താനും ഭരണാധികാരികൾക്ക് സ്വയം തിരുത്താനും ഉള്ള അവസരമാണ്. അപ്പോൾ ഒരു സാമ്പത്തിക ചെലവിൻ്റെ പേരിൽ ജനാധിപത്യ അവകാശം, തെരഞ്ഞെടുപ്പിൻ്റെ ഭരണാധികാരികളെ തിരുത്തുന്നതിനുള്ള അവസരം, ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പണത്തിൻ്റെ കണക്കിൽ മാത്രം കണക്കാക്കേണ്ടതാണോ? ശ്രീ ജോൺ ബ്രിട്ടാസ് സാർ എന്ത് പറയും? എൻ്റെ സ്നേഹിതൻ ശിവശങ്കർ ഇത് എത്ര കണ്ട് സ്വീകാര്യമാകണമെന്നുള്ളതിൻ്റെ ന്യായങ്ങളാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് പറയേണ്ടതാണ്, പറയാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ. ഒന്ന്, ഒരു രാഷ്ട്രം, ഒരു നേതാവ്, ഒരു പ്രത്യയശാസ്ത്രം, ഒരു മതം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഇതിൻ്റെ എക്സ്റ്റൻഷനാണിത്. ഇത് അവിചാരിതമായിട്ട് എവിടുന്നോ പൊട്ടിമുളച്ചതല്ല. ഒരു നികുതി, ഒരു പാറ്റേണാണ്. ആ പാറ്റേണിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ യൂണിഫോം, എല്ലാം യൂണിഫോം ആയിരിക്കണം. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ്, എല്ലാം യൂണിഫോം ആയിരിക്കണം. ഇപ്പോൾ ഹിന്ദി മതി. ആ രീതിയിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വേണം ഇതിനെ കാണാൻ. ഇനി ഇതിൻ്റെ പ്രായോഗിക വശത്തിലേക്ക് ഞാൻ പറയാം. ഇപ്പം ശിവശങ്കർ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. 2, പോളിസി പാരാലിസിസ്. അതാണ് യഥാർത്ഥത്തിൽ ശിവശങ്കറുടെ തലതട്ടപ്പന്മാർ പറയുന്നൊരു വാക്ക്. ഈ 2 ഒഴിവാക്കുക. ഇതിൻ്റെ പ്രായോഗികമായ വശം എന്താണെന്ന് നോക്കാം. ഒന്ന്, എക്സ്പെൻസസ്. ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടി ഒരു പൗരൻ മുടക്കേണ്ട തുക, ആ തുക വളരെ ന്യായമായ തുക മാത്രമാണ് എന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ ഹെഡ് ചെയ്ത ആൾക്കാരെല്ലാം സമർത്ഥിച്ചിട്ടുണ്ട്.
പണമെന്ന് പറയുന്നത് ജനത്തിൻ്റെ പണം. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ അത് ചെലവിട്ടാലും രാഷ്ട്രീയ പാർട്ടികൾ ചെലവിട്ടാലും അത് പണം തന്നെയാണല്ലോ, സംശയമില്ലല്ലോ. BJP എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചെലവിട്ട പണം എത്രയാണെന്ന് അവർ നെഞ്ചിൽ കൈവച്ച് പറയട്ടെ. 1,00,000 കോടി രൂപയ്ക്ക് അപ്പുറത്തായിരിക്കും തിരഞ്ഞെടുപ്പ് ക്യാമ്പയിന് വേണ്ടി അവർ മുടക്കിയിട്ടുണ്ടാകുക. ആരുടെ പൈസയാണിത്? അത് എക്സ്പെൻസ് അല്ലേ? ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വരൂപിച്ച പണം മാത്രം 18,000 കോടി രൂപയാണ്. അതും ജനത്തിൻ്റെ പൈസയല്ലേ? അപ്പോൾ പണമെന്ന് പറയുന്നത് ആരുടെ പണമാണ് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലം, പ്രേമേന്ദ്രൻ എന്നോട് യോജിക്കും, കേരളത്തിലൊരു ലോകസഭാ നിയമസഭാ സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുടക്കുന്ന പൈസയുടെ 100 ഇരട്ടിയാണ് തെലങ്കാനയിലും തമിഴ്നാട്ടിലും കർണാടകയിലും മുടക്കുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചു? അവിടെയുള്ളൊരു രാഷ്ട്രീയ സംസ്കാരം ആ രൂപത്തിലേക്ക് മാറ്റപ്പെട്ടു. മണി പവറും മസിൽ പവറുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം. അപ്പം പണമെന്നുള്ള ഒരു സാങ്കേതികത്വത്തിൽ നമ്മൾ തൂങ്ങാൻ പാടില്ല. ഇനി പോളിസി പാരാലിസിസ്. ഞാനൊരു ചോദ്യം എൻ്റെ സ്നേഹിതനോട് ചോദിക്കണം. ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് ഹരിയാന, ഡൽഹി, ജാർഖണ്ഡ്, ജമ്മു ആൻഡ് കാശ്മീർ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ പറ്റിയില്ല? ഒരുമിച്ച് നടത്തണമെന്ന് എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടു, അവർക്ക് സൗകര്യമില്ല. ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ പറ്റാത്തവരാണ് ഇപ്പോൾ ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇനി പോളിസി പാരാലിസിസ്. ഈ ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ ഡൽഹി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന 2 സുപ്രധാന തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് 8ാം ശമ്പള കമ്മീഷൻ. ഡൽഹിയിലാണല്ലോ ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ തിങ്ങിപ്പാർക്കുന്നത്. 2, 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതി, ആദായ നികുതി. ഏതെങ്കിലും ഒരു പോളിസി, മോഡി ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പോളിസി തെരഞ്ഞെടുപ്പ് കൊണ്ട് വേണ്ട എന്ന് ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുക്കാം. അപ്പം ഒരു പോളിസി പാരാലിസിസും അവരെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇത് സംബന്ധിച്ച് ഇവർ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു അന്തസ്സത്തയില്ല. ഇനി ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ പറയാം. അതായത് ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരുന്ന സമയത്ത് 88 മുതൽ ഞാനിത് BJPയുടെ ഒരു നയം കാണുന്ന ഒരു രാഷ്ട്രപതി, അതായത് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവർണൻസ് ആണ് BJP ആഗ്രഹിക്കുന്നത്. അതായത് എന്നാൽ മാത്രമേ ഈ രാജ്യത്തെ ഒരു കൈക്കുമ്പിളിൽ ഒതുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു രൂപം വന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, KR നാരായണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് LK അദ്വാനി ഈ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ KR നാരായണൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തി. നിങ്ങൾ പറയുന്ന സ്ഥിരതയല്ല, സ്ഥിരതയേക്കാളും ജനാധിപത്യത്തിൽ ഭൂഷണം റെസ്പോൺസിബിലിറ്റിയാണ്. സ്റ്റെബിലിറ്റി എന്നുള്ള ഒരു ഘടകത്തേക്കാൾ എത്രയോ മുൻപന്തിയിൽ നിൽക്കേണ്ട ഘടകമാണ് റെസ്പോൺസിബിലിറ്റി എന്ന് അന്ന് രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ മുന്നോട്ട് വെച്ച ഒരു വാദഗതിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ യൂണിഫോമിറ്റിയുടെ ഒരു കാലഘട്ടമാണ്. എല്ലാം ഒന്നാകണം. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോ സംസ്ഥാനത്തും സിവിൽ കോഡാണ്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഉത്തരാഖണ്ഡിലൊരു സിവിൽ കോഡ്, ഇനി മധ്യപ്രദേശിലും സിവിൽ കോഡ്. ഒരു സിവിൽ കോഡാണ് എന്ന് പറഞ്ഞവർ ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഒരു സിവിൽ കോഡാണ്. ട്രൈബൽസ് വേണ്ടതാനും. അപ്പോൾ ഇവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഒരു പ്രത്യേക ശാസ്ത്രത്തെ സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുക. പിന്നെ വൈവിധ്യങ്ങൾ, എന്തൊരു അസംബന്ധമാണ് ഇവരുടെ ഈ ശുപാർശകൾ. അതായത് ലോകസഭ പിരിച്ചുവിട്ടപ്പെടാൽ എല്ലാ സംസ്ഥാനങ്ങളും പിരിച്ചുവിടപ്പെടും. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തിട്ട് 6 മാസമായാലെന്ന് വിചാരിക്കുക. 6 മാസമായി ഒരു ഭരണം ആരംഭിക്കുന്നു. ലോകസഭ പിരിച്ചുവിടപ്പെട്ടാൽ ഈ ഗവൺമെൻറ് പിരിച്ചുവിട്ടപ്പെടും, ഈ നിയമസഭ പിരിച്ചുവിടപ്പെട്ടു. അപ്പം സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് എന്താ, മുനിസിപ്പാലിറ്റിയേക്കാൾ താഴെയാണോ? അംബേദ്കർ ഉൾപ്പെടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രം സംസ്ഥാനങ്ങളുടെ മുകളിലോ താഴെയോ അല്ല, രണ്ടിനും ഭരണഘടനാപരമായിട്ടുള്ള അസ്തിത്വമുണ്ട് എന്ന് ഇതിൻ്റെ ശില്പികൾ പറഞ്ഞിട്ടുണ്ട്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന ശിലയാണ്. അപ്പോൾ ഫെഡറലിസത്തെ തകർക്കുന്ന ഒരു
വലിയൊരു ശുപാർശയാണിത്. ഒരു തരത്തിലും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്തിന് ഭൂഷണമല്ല. ഇത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ഇടവരുത്തുന്നത്. ഇന്ത്യ പോലെ വൈവിധ്യമായ ഒരു സംസ്ഥാനത്ത് പൊതുവായ ഒരു ദേശീയതയ്ക്കപ്പുറം അതിനോടൊപ്പം തന്നെ ഉപദേശീയതകളും പ്രാദേശികതയ്ക്ക് പോലും പ്രാധാന്യമുള്ളൊരു രാജ്യത്ത് ഇത് ഫെഡറലിസത്തെ ശരിക്കും ദുർബലപ്പെടുത്തുമോ? ശ്രീ ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച മുഴുവൻ വാദഗതികളോടും ഞാൻ യോജിക്കുകയാണ്. ഇവിടെ പ്രധാനമായും ഈ നിയമത്തെ സംബന്ധിച്ചൊരു ധാരണ എനിക്ക് തോന്നുന്നു ഈ ഓഡിയൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോഴും ഇതിനകത്തൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. വളരെ വിചിത്രമാണ് ഈ നിയമനിർമ്മാണം തന്നെ പരിശോധിച്ചാൽ. 2029 അതായത് 19ാം ലോക്സഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ആദ്യം സഭ ചേരുന്ന ദിവസം രാവിലെ രാഷ്ട്രപതി ആ സഭയുടെ കാലാവധി 5 വർഷമായി നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം ഇറക്കും. ആ ഡേറ്റിനെയാണ് അപ്പോയിൻറ്റഡ് ഡേറ്റ് എന്ന് പുതിയ ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്. ഇപ്പോൾ 2029 അടുത്ത തെരഞ്ഞെടുപ്പിൽ പുതുതായി നിലവിൽ വരുന്ന ലോക്സഭ 5 വർഷത്തേക്കായിരിക്കുമെന്ന് രാഷ്ട്രപതിയുടെ വിജ്ഞാപനം വന്നാൽ 2034 അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇപ്പൊ കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ 2029 2034 ഇടയ്ക്കുള്ള 5 വർഷക്കാലം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാലും പാർലമെന്റ് പിരിച്ചുവിട്ട തെരഞ്ഞെടുപ്പ് നടന്നാലും ഒക്കെ നിയമസഭയുടെയും പാർലമെന്റിന്റെയും കാലാവധി എന്ന് പറയുന്നത് 2034 വരെ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അടിസ്ഥാനപരമായ ഭരണഘടനാ തത്വത്തിൻ്റെ തന്നെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് വിധേയമായി 5 വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമിതിയുടെ കാലാവധി 2-3 വർഷമായി പരിമിതപ്പെടുത്തുകയും ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ ലോക്സഭയുടെ കാലാവധി തീരുന്നതിനനുസരിച്ച് നിയമസഭയുടെയും കാലാവധി തീരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ്, നിഷേധമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സബ്സിഡറിയായി സംസ്ഥാനങ്ങളും നിയമസഭകളും ഒക്കെ മാറുന്നു എന്ന നിലയിലാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് 2029 നിലവിൽ വരുന്ന ലോക്സഭയുടെ കാലാവധിക്കനുസരിച്ചായിരിക്കും നിയമസഭകളുടെ കാലാവധി നിജപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായ പ്രശ്നമാണ്. അപ്പോൾ അത് ഭരണഘടനാപരമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നേരത്തെ ശ്രീ ശിവശങ്കർ ഇവിടെ സൂചിപ്പിച്ചു. ഇവർ ആകെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ടിനും കൃത്യമായ മറുപടി ശ്രീ ജോൺ ബ്രിട്ടാസ് ഇവിടെ പറഞ്ഞു. അതിലൊന്ന് ഈ സാമ്പത്തിക ചെലവിനെ സംബന്ധിച്ചാണ്. എത്രയോ ശുപാർശകൾ ഈ ഗവൺമെന്റിന് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കാനും തെരഞ്ഞെടുപ്പ് കൂടുതൽ സുതാര്യമാക്കി തീർക്കാനും ജനാധിപത്യവൽക്കരിക്കാനുമാണ് ഗവൺമെന്റ് ആഗ്രഹമുണ്ടെങ്കിൽ ഗവൺമെന്റ് ആദ്യം നടപ്പാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇലക്ടറൽ റിഫോംസാണ്. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ ശ്രീ TN ശേഷന്റെ കാലഘട്ടം മുതൽ നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളുടെ ശുപാർശകൾ, ആ ശുപാർശകൾ എന്തുകൊണ്ട് ഗവൺമെന്റ് എടുക്കുന്നില്ല? എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചെലവ് ഗവൺമെന്റിന് വഹിച്ചുകൂടാ? നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. ഇപ്പോഴും ഞാനൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. എന്തുമാത്രം പണമാണ് മൈക്ക് അനൗൺസ്മെന്റിന്റെ പേരിൽ, പ്രചരണത്തിന്റെ പേരിൽ അനാവശ്യമായി നമ്മൾ ചെലവഴിക്കുന്നത്. ഇത്രയും ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനവും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും സമൂഹ മാധ്യമങ്ങളും ഉൾപ്പെടെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ സ്ഫോടനാത്മകമായിട്ടുള്ള വികാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ചെലവുകളൊക്കെ നിഷ്പ്രയാസം ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ നിയമത്തിലൂടെ തന്നെ പരിമിതപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പൊ സമ്പത്തിന്റെ സ്വാധീനമാണ് സത്യത്തിൽ ഇന്ന് ജനാധിപത്യ പ്രക്രിയ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. 100 കോടി 150 കോടി 200 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഒരു പാർലമെന്റ് അംഗം കർണാടകത്തിൽ നിന്ന് അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് വരുന്നത്. ജനങ്ങളോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ് എന്താണ്? അപ്പൊ ആദ്യം ഗവൺമെന്റിന് ജനാധിപത്യ പ്രക്രിയയെ ശുദ്ധീകരിക്കാനും
തിരഞ്ഞെടുപ്പ് ചെലവ് പരമാവധി പരിമിതപ്പെടുത്താനുമാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ഈ രംഗത്ത് ശുദ്ധീകരണത്തിന് തുടക്കം കുറിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. അതിന് ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങളിൽ വളരെ ഒരു നിഷേധ സ്വഭാവം സ്വീകരിക്കുന്നു എന്ന് വേണമെങ്കിലും വിലയിരുത്താൻ കഴിയുന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഇതാണ് ചെലവിനെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ശ്രീ അനീഷ് ജേക്കബ് സൂചിപ്പിച്ചു, 1,34,000 കോടി രൂപയുടെ ചെലവ്. 1952 10 കോടി രൂപയായിരുന്നു ചെലവ്. കാലാനുസൃതമായി തെരഞ്ഞെടുപ്പ് ചെലവിൽ വർധനവ് വന്നു. 10 അല്ല, ഒരു കണക്കിൽ സൂചിപ്പിക്കുന്നു, ഒരു കണക്കിൽ ഇപ്പോൾ പൊതുവായി പ്രചരിപ്പിക്കുന്നത് 1,34,000 കോടി രൂപ എന്നുള്ള കണക്കുകളാണ് ഇത് വന്നിരിക്കുന്നത്. ഏതായാലും ഇനി വേറൊരു കാര്യം അതിനകത്ത് ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു ചെലവല്ല, അതൊരു എക്സ്പെൻസ് അല്ല, അത് ജനാധിപത്യത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡെമോക്രസി. തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവമാണ്. ആ ജനങ്ങളുടെ ഉത്സവമാണ് സത്യത്തിൽ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു പങ്കാളിത്തമുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ചെലവ് പരിമിതപ്പെടുത്തേണ്ടതാണ്, കുറയ്ക്കേണ്ടതാണ്, ഒരു സംശയവും വേണ്ട. അതിന് കൃത്യമായിട്ടുള്ള ശുപാർശകൾ ഇതിനകം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട വളരെ നെഗറ്റീവായിട്ടുള്ള മറ്റൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും പ്രധാനം ഈ പോളിസി പാരാലിസിസ്. അതിന് മറ്റൊരു കൗണ്ടർ ആർഗ്യുമെന്റ് ഉണ്ട്, കൃത്യമായിട്ടുള്ളൊരു സയന്റിഫിക് ആർഗ്യുമെന്റ് ഉണ്ട്. നിരന്തരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, നിരന്തരം ഉണ്ടാകണമെന്നല്ല, നിരന്തരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഗവൺമെന്റിനെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കുന്നു, ഗവൺമെന്റിനെ കൂടുതൽ അക്കൗണ്ടബിൾ ആക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഗവൺമെന്റുകൾ, ഇപ്പോൾ തന്നെ നമുക്ക് കേരളത്തിന് തന്നെ എക്സാമ്പിൾ എടുക്കാം. നമുക്കെല്ലാം അറിയാമല്ലോ, കഴിഞ്ഞ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 19 സീറ്റിലും UDF ജയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നടന്ന തൊട്ട് പിന്നാലെ നടന്ന 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് LDF ജയിച്ചു. ആ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി സെഗ്മെന്റ് വെച്ചാണ് പരിശോധിക്കുന്നതെങ്കിൽ 105 സീറ്റുകൾ UDFന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ്. അപ്പൊ രാജ്യത്തെ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ വ്യത്യസ്തമാണ്. നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ കാഴ്ചപ്പാടും പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള കാഴ്ചപ്പാടും പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള കാഴ്ചപ്പാടും വൈവിധ്യമുള്ളതാണ്. അതാണ് നമ്മുടെ രാജ്യത്ത് ഡൈവേഴ്സിറ്റി. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഈ വൈവിധ്യമാണ്, ഈ പ്ലൂറലിസമാണ്, ബഹുസ്വരതയാണ്. ഈ ബഹുസ്വരതയെ, വൈവിധ്യത്തെ ഇല്ലാതാക്കും. യൂണിയൻ പാർലമെന്റിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും പഞ്ചായത്തിലേക്കും, ഇപ്പൊ പഞ്ചായത്ത് വന്നിട്ടില്ല, 129 ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ പഞ്ചായത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്ത ഘട്ടത്തിൽ പഞ്ചായത്ത് വരും, 3 ടയർ സിസ്റ്റം ഇതിന്റെ ഭാഗമായി വരുമെന്നാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, സംസ്ഥാനങ്ങളുടെയും പ്രാദേശിക തലത്തിലുള്ള ജനങ്ങളുടെ വൈവിധ്യമാർന്നിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളായിരിക്കില്ല തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമായി തീരുന്നത്. പലപ്പോഴും അത് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ പാർലമെന്റിനായിരിക്കും ഒരു ഡോമിനൻസ് കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച, അല്ലെങ്കിൽ ഞങ്ങളിവിടെ സൂചിപ്പിച്ച ഫെഡറലിസം എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറലിസം വലിയ തോതിലുള്ള വെല്ലുവിളികളെ നേരിടും. പിന്നെ പ്രാദേശിക തലത്തിലുള്ള ഈ പറയുന്ന വൈവിധ്യവൽകൃതമായിട്ടുള്ള ശബ്ദം അത് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ വരും. ഇതിൻ്റെയൊക്കെ ഒരു പൊളിറ്റിക്കൽ ബേസ് നേരത്തെ ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചു. ഞാൻ പറയാനിരുന്നതാണ്, അൾട്ടിമേറ്റ്ലി ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് ഒരു സംശയവും വേണ്ട പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഡെമോക്രസിയാണ് ഇത് അന്തിമമായി എത്തിച്ചേരാൻ പോകുന്നത്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം 236 എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് പ്രൊണൗൺസ് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിക്കണം, പാരീസ് അക്കോർഡിൽ നിന്ന് പിൻവാങ്ങി, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട പാരീസ് കരാറിൽ നിന്ന് അല്ലെങ്കിൽ ഉച്ചകോടിയിൽ നിന്ന് പിൻവാങ്ങി, പൗരത്വ നിയമത്തിൽ നിന്ന് പിൻവാങ്ങി, അതുപോലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവാങ്ങി. ഇതാണ് ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട സവിശേഷത.
അപ്പം ഇന്ത്യയെ പോലെ ഒരു വൈവിധ്യം നിലനിൽക്കുന്ന, ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചർച്ച ചെയ്തതാണ്, ത്രെഡ്ബെയർ ഡിബേറ്റ് ചെയ്തതാണ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി, പാർലമെൻ്ററി ഫോം ഓഫ് ഡെമോക്രസി. വളരെ വിശദമായ വിശകലനത്തിനും ചർച്ചകൾക്കും ശേഷമാണ് ഭരണഘടനാ നിർമ്മാണ സഭ പാർലമെൻ്ററി ഫോം ഓഫ് ഡെമോക്രസി തിരഞ്ഞെടുത്തത്. ഞാൻ പറഞ്ഞത് ഈ പാർലമെൻ്ററി ഫോം ഓഫ് ഡെമോക്രസി ഇപ്പോൾ എല്ലാം ഇവിടെ സൂചിപ്പിച്ചു. വൺ നേഷൻ, വൺ എലക്ഷൻ, വൺ നേഷൻ, വൺ ടാക്സ്, വൺ നേഷൻ, വൺ ലാംഗ്വേജ്. ഞാൻ ശ്രീ ശിവശങ്കറിനോട് ഇരുത്തിക്കൊണ്ട് തന്നെ സൂചിപ്പിക്കുക, വളരെ ബോധപൂർവമായി ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണ്. ഞാൻ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായ്ക്ക് ഇംഗ്ലീഷിൽ ഒരു കത്ത് കൊടുത്താൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി എനിക്ക് തരുന്ന മറുപടി ഹിന്ദിയിലാണ് തരുന്നത്. എന്തൊരു നമ്മളോടുള്ളൊരു വലിയ നിഷേധാത്മകമായിട്ടുള്ള നിലപാടല്ലേ, ഇൻസൾട്ട് ചെയ്യല്ലേ. ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്, ഹിന്ദി രാഷ്ട്രഭാഷയാണ്, ബാക്കി ഭാഷകളൊന്നും രാഷ്ട്രഭാഷയല്ല. മലയാളം രാഷ്ട്രഭാഷയാണ്, തമിഴും കന്നഡയും എല്ലാം രാഷ്ട്രഭാഷയാണ്. നമ്മുടെ ഭരണഘടനയുടെ ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ഭാഷകളും രാഷ്ട്രഭാഷകളാണ്. ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി എന്നതിനപ്പുറത്തേക്ക്, ഭരണഭാഷയാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേകതയും ഹിന്ദിക്കില്ല. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഈ രൂപത്തിലുള്ള വൈവിധ്യത്തെ, ബഹുസ്വരതയെ, പ്രാദേശികമായിട്ടുള്ള സ്വരങ്ങളെ, ശബ്ദങ്ങളെ ഇതെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏകശിലാത്വത്തിലേക്ക് രാജ്യം പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വൺ നേഷൻ വൺ എലക്ഷൻ എന്ന നയപരമായ വിയോജിപ്പിനോടൊപ്പം ഭരണഘടനാപരമായിട്ടുള്ള ഫെഡറലിസം അടക്കമുള്ള അടിസ്ഥാനപരമായ ഭരണഘടനാ തത്വങ്ങളുടെയും ലംഘനം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിതിനെ പൊതുവായി എതിർക്കുന്നത്. ഇതാണ് പ്രധാനമായും പ്രാരംഭഘട്ടത്തിൽ സൂചിപ്പിക്കാൻ. കേവലം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തിനപ്പുറം രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ മാറ്റി പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് പോകുന്ന ഒരു അതിഗൗരവമുള്ള ഒരു വിഷയത്തിലേക്ക് ഈ ചർച്ച പോവുകയാണ്. അതാണോ ശരിക്കും ഈ പരിഷ്കാരത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം? അത്തരത്തിലുള്ളൊരു ഭയം, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്ക് പോകുന്നു എന്നുള്ള ഭയം യഥാർത്ഥത്തിൽ ഇരു പാർട്ടികളും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവർ തന്നെ വിളിച്ചു പറയുന്നത് അവർക്ക് ജനങ്ങളുടെ മേൽ നിയന്ത്രണമില്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ പരമാധികാരമല്ല വോട്ട് അവർക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുകൂടിയാണല്ലോ. അടുത്ത തവണയും BJP അധികാരത്തിൽ വരും, അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്നുള്ള ഒരു ഭീതി കൂടിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ തന്നെ മറ്റൊരു ചിന്തയാണ്. ഇപ്പം ധാരാളം ഞാൻ മാത്രമാണ് ഇതിന് ഉത്തരം പറയുന്നതിനുണ്ട്. ഞാനൊരു 12ഓളം പോയിന്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്, മറക്കാതിരിക്കാൻ. എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ മാത്രമല്ല, എല്ലാം ഒന്ന് എന്നുള്ള ഒരു തീരുമാനത്തിനെതിരെ ശ്രീ ബ്രിട്ടാസ് MP-യും ശ്രീ പ്രേമേന്ദ്രൻ MP-യും എല്ലാം ശക്തമായി വാദിച്ചു. ഇവർ തന്നെ ഒരു കാലഘട്ടത്തിൽ GST നിയമത്തിനെതിരെയും വാദിച്ചവരാണ്. അപ്പോൾ രാജ്യത്ത് വളർന്നു വരുന്ന നേട്ടങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ വേണം നമ്മളുടെ റോഡുകൾ എന്ന കാര്യത്തിൽ നമ്മുടെ ഭരണാധികാരികൾ വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുകയും മറ്റ് നിയമങ്ങൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ വേണ്ട എന്നുള്ള കാര്യം നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ആദമുഖം. അതെത്രത്തോളം അംഗീകരിക്കാൻ പറ്റും? കാരണം ഇത് മറ്റുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് US, UK, ബെൽജിയം, സൗത്ത് ആഫ്രിക്ക, ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ ജനങ്ങൾക്ക് അതിൻ്റെ നേട്ടം കിട്ടുന്നുണ്ട്. ഞാൻ ആ വിഷയത്തേക്ക് കടക്കാം. നിലവിൽ 6 രാജ്യങ്ങളിലേ ഉള്ളൂ ഏകീകൃത തെരഞ്ഞെടുപ്പ്. ഞാൻ 6 പറഞ്ഞുള്ളൂ. ഞാൻ അടുത്ത സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാഷയും ശ്രീ ബ്രിട്ടാസിൻ്റെ ഭാഷയും ബ്രിട്ടാസിൻ്റെ കഴിവുമെല്ലാം നമുക്കറിയാം. പ്രത്യേകിച്ച് ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ഭാഷ കൊണ്ട് നമ്മളുടെ ചിന്തയെ തകിടം മറിക്കാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത്, രാജ്യത്ത് തിരഞ്ഞെടുപ്പിൽ ഇറക്കുന്ന പണങ്ങൾ ജനങ്ങൾക്ക് നല്ലതാണ്. തിരഞ്ഞെടുപ്പിലെ പണം ഇറക്കുന്നത് തീർച്ചയായും അത് ഉത്സവമാണ്, ആഘോഷമാണ്. അത് രാഷ്ട്രീയ പാർട്ടി ഇറക്കിയാലും അതുപോലെ തന്നെ ഭരണകൂടം ഇറക്കിയാലും ജനങ്ങൾക്ക് ഗുണകരമാണ് എന്നുള്ള ഒരു വാദകം ഉന്നയിച്ചു. സ്വാഭാവികമായിട്ടും നമ്മൾ വീണുപോകും. പക്ഷേ സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു ഗവൺമെൻറ് ഇറക്കുന്ന പണം എങ്ങനെയാണ് അത് രാഷ്ട്രീയ പാർട്ടി ഇറക്കുന്ന പണം പോലെയാകുന്നത്? ഇപ്പോൾ അദ്ദേഹം ഒരു ആരോപണമായിട്ട് ഉന്നയിച്ചു 18,000 കോടി BJP ഇറക്കി എന്നുള്ളത്. BJP ആരുടെയും മോഷ്ടിച്ചിറക്കിയതല്ല, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ഇറക്കിയതല്ല. ഞങ്ങൾക്ക് കിട്ടിയ പണം ഞങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് ഗുണകരം തന്നെയാണ്. പക്ഷേ അതൊരു സർക്കാരിൻ്റെ ഫണ്ട് ഇറക്കുമ്പോൾ
അത് സാധാരണക്കാരനായ വനവാസികൾക്കും ദളിതർക്കും കിട്ടേണ്ട പണം കൂടിയാണ് മറ്റു പല തരത്തിലും ചെലവാക്കപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം മറന്നുപോയി. അദ്ദേഹം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം വളരെ വളരെ സാമർത്ഥ്യത്തോടെ പറഞ്ഞത്, എന്നാൽ പിന്നെ മഹാരാഷ്ട്ര, ബീഹാർ, ഡൽഹി, ഹരിയാന തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാക്കിക്കൂടെ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റ് തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാക്കുകയും എന്നാൽ അഖിലേന്ത്യാ തലത്തിൽ ഒരുമിച്ചാക്കുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നു. ഇതൊരു വിചിത്രമായ വാദമാണ്. പക്ഷേ നമ്മളത് വിശ്വസിച്ച് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഭാഷ ഇതുകൊണ്ട് അദ്ദേഹം ഉറക്കുപോകുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ, ഇപ്പോൾ അദ്ദേഹം തന്നെ ഒരു ആരോപണം ഉന്നയിച്ചത് 12 ലക്ഷം ഇൻകം ടാക്സ് മുന്നോട്ട് വെച്ചത് ഡൽഹി തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നാണ് അദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചത്. ഇദ്ദേഹം പല കാലങ്ങൾക്ക് മുമ്പ് ഇത് 12 ലക്ഷം ആക്കാത്തതിനെക്കുറിച്ച് കഴിഞ്ഞ ബഡ്ജറ്റിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 12 ലക്ഷം ആക്കി കഴിഞ്ഞാൽ സാധാരണക്കാരന് ഗുണമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് ആക്കിയപ്പോൾ അത് ഡൽഹി തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു. ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. കാലാകാലങ്ങളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഭരണപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ബഡ്ജറ്റിൽ വയ്ക്കുന്ന കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിനെയോ മറ്റെവിടെയെങ്കിലും നടക്കുന്ന, അപ്പോൾ ഡൽഹി ആയാലും മറ്റുള്ള സ്ഥലത്തായാലും തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ചിലർ അത് മാറ്റിവെക്കുന്നു, ഞങ്ങളത് നടപ്പിലാക്കി. അപ്പോൾ ഇത്തരം ഭയം ഉള്ള ഭരണാധികാരികൾ ജനകീയ കാര്യങ്ങളെ, ജനാധിപത്യപരമായി ഗുണകരമായ കാര്യങ്ങളെ മാറ്റിവെക്കുവാൻ കൂടി സാധ്യതയുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കൂടി അദ്ദേഹം പറഞ്ഞു, പയ്യെ പറഞ്ഞാണ്, ഓരോ സംസ്ഥാനത്തിനും ഓരോ സിവിൽ കോഡ് എന്നത് അദ്ദേഹത്തിന് എതിർക്കുന്നു. അദ്ദേഹം അപ്പോൾ പറയുന്നത് ഒരു സിവിൽ കോഡ് വേണമെന്നല്ലേ. യുപിയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും സിവിൽ കോഡുകൾ വ്യത്യസ്തമാണ് എന്ന് അദ്ദേഹം, അത് എന്തൊരു ശരിയാണ്, ഞങ്ങൾ ചെയ്ത തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് സിവിൽ കോഡ് 1 വേണമെന്നാണോ? അപ്പോൾ സിവിൽ കോഡ് 1 വേണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുകയും സംസ്ഥാനങ്ങൾ മറ്റുള്ള തരത്തിൽ സിവിൽ കോഡ് എടുത്തിയാൽ അതും തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന വാദം അംഗീകരിക്കാൻ പറ്റില്ല എന്നുകൂടി എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് പൊതുവേ പ്രേമേന്ദ്രൻ സാറും രണ്ടുപേരും പറഞ്ഞതിൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നു, അതാണ് ഫെഡറലിസത്തിൻ്റെ കുഴപ്പമെന്ന് പറയുമ്പോൾ പ്രേമേന്ദ്രൻ സാർ തന്നെ പറയുന്നു, ദ റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഫസ്റ്റ്, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ആകണം ഫസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഒരു ജനങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ആ സംസ്ഥാന സർക്കാരിനോട് വീണ്ടും കാണിക്കാനുള്ള അവകാശം കിട്ടിയാൽ കൂടുതൽ ജനാധിപത്യ നേട്ടങ്ങളോടെ അല്ലെങ്കിൽ കൂടുതൽ വോട്ടോടുകൂടി ആ ഭരണകക്ഷികൾ അധികാരത്തിൽ വരികയല്ലേ ചെയ്യുക. അപ്പോൾ എന്തിനാ അങ്ങനെ ഭയക്കുന്നത്? അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അത്തരത്തിലുള്ള അവകാശങ്ങൾ കിട്ടുന്നതിന്, ജനങ്ങൾക്ക് കൂടുതൽ അവകാശം കിട്ടുന്നതിന് ഇവർ മറ്റു രീതിയിൽ എതിർക്കുന്നു എന്നുകൂടിയല്ലേ അതിൽ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അത്തരം ഒരു 2 വർഷം കഴിഞ്ഞോ 3 വർഷം കഴിഞ്ഞോ ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് വീണ്ടും ആ സംസ്ഥാന സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കയറ്റുവാൻ ഒരു അവകാശം കിട്ടിയാൽ അതിനെ തെറ്റു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭരണപരമായി ഇവർ പറയുന്നു, തിരഞ്ഞെടുപ്പിൽ ചിലവാക്കുന്ന പണത്തെയും ഭയം വേണ്ട, കാരണം അത് ജനങ്ങൾക്ക് ഉപകാരമാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരമായി സർക്കാർ പണങ്ങൾ ഇറക്കുന്നു, വീണ്ടും അവർ ആ സംസ്ഥാന സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് ഇവർ പറയുന്ന തെറ്റ്. അപ്പോൾ ഇവർ പറയുന്ന മറ്റൊരാരോപണമാണ്, അത് ഫെഡറലിസത്തെ തകർക്കും. ഫെഡറലിസത്തെ തകർക്കുന്നു മാത്രമല്ല, അത്തരം തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പ്രാദേശികമായ വികാരങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ ഇവിടുത്തെ വോട്ടർമാർക്ക് കഴിയില്ല. അത് ഇന്ത്യയിലെ പൊതുവെ വോട്ടർമാരെ നമ്മൾ വില കുറച്ച് കാണിക്കുകയാണ്. ഇന്ത്യൻ ജനതയെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമീണ ജനതയെ, ഇപ്പോൾ നഗരങ്ങളിലെ ജനങ്ങൾക്ക് അത്തരം പ്രശ്നമുണ്ടാവില്ല, വിദ്യാഭ്യാസമുള്ളവർക്ക് ഉണ്ടാവില്ല എന്നുള്ള ധാരണ വെച്ചാൽ ഗ്രാമീണ ജനതയെയും അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ജനതയെയും എല്ലാം നമ്മൾ വില കുറച്ച് കാണിക്കുന്ന ഒരു ആരോപണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് തെറ്റായ ആരോപണമാണ്. കാരണം ചരിത്രത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിയന്തരാവസ്ഥക്കെതിരെയൊക്കെ ശക്തമായി വിധി എഴുതിയത് വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ അത്രയൊന്നും രാഷ്ട്രീയ ബോധമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളിലെയും ആളുകളാണ് നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി എഴുതിയവർ കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഫെഡറലിസത്തെക്കുറിച്ചാണ് കൂടുതൽ ചർച്ചകളിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിൻ്റെ തൊട്ട് പിന്നാലെ 2-3 മാസത്തെ ഇടവേളയിൽ 2-3 നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതേ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുതിയ ജനം തന്നെ ആ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭകളിലേക്ക് പലപ്പോഴും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടന്നാൽ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പ്രാദേശിക തലത്തിലെയും അതിൻ്റെ ഒരു അധിനിവേശം ഉണ്ടാകും എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, അത് പ്രേമേന്ദ്രൻ പറയുന്നത് 100% ശരി. എന്താ കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ സംസ്ഥാനം നോക്കുക, നമ്മുടെ പഞ്ചായത്ത് അല്ലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ഉയരുന്ന വിഷയവും ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന വിഷയവും സമാനമാണോ? അല്ല, അത് വളരെ വ്യക്തമല്ലേ. അത് രണ്ടാമത്തെ കാര്യം, അല്ല, ജനങ്ങൾക്ക് അത് രണ്ടും വിവേചിച്ച് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഇല്ല, അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതുണ്ടോ? അത് പൂർണ്ണമായിട്ടും ഒരു
സർജിക്കൽ മോഡലിൽ വിഭജിക്കാൻ കഴിയില്ല. എന്ന കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഒറീസയിൽ നടന്ന തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മുമ്പ് പല സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ഡിബേറ്റ് ചെയ്യേണ്ട വിഷയങ്ങൾ ഒരു 3 ആഴ്ചയായിരിക്കും 4 ആഴ്ചയായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവ്. ആ കാലയളവിൽ ആ വിഷയങ്ങൾ മുമ്പിലേക്ക് വരില്ല, സമ്മേർജ് ചെയ്യപ്പെടും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇനി എൻ്റെ സ്നേഹിതൻ ശിവശങ്കർ വളരെ സമർത്ഥമായി യൂണിഫോം സിവിൽ കോഡ് ഞാൻ ആർഗ്യൂ ചെയ്തു, അതല്ലെങ്കിൽ എലക്ഷൻസ് എന്തുകൊണ്ട് ഒരുമിച്ച് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ആർഗ്യുമെൻ്റ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല എന്നാ ചോദിച്ചത്. നിങ്ങൾ ഈ ഒറ്റ തെരഞ്ഞെടുപ്പിൻ്റെ വക്താക്കളായിട്ട് പോലും ഒരു 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ ഒറ്റ തെരഞ്ഞെടുപ്പ് വേണമെന്ന് ഞാൻ ചടിച്ചു എന്നുള്ളതല്ല. ഇനി ഇതിനകത്ത് ഒരു പക്ഷേ ഈ ചർച്ചയിൽ വരാത്ത ഒരു പ്രധാനപ്പെട്ടൊരു എലമെൻ്റ് ഉണ്ട്. ഇത് ഫെഡറലിസ്റ്റ് മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ കടക്കല കത്തിവെക്കാൻ പോകുന്നത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം, വളരെ ഹ്രസ്വമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം ലോക്സഭയിൽ വരുന്നു. നോക്കുക, ഈ 1 നേഷൻ 1 ഇലക്ഷൻ യാഥാർത്ഥ്യമായി എന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നറിയോ? കോൺഗ്രസിൻ്റെ 3 മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ സഖ്യകക്ഷിയുള്ള 3 മുഖ്യമന്ത്രിമാർ അവരെന്ത് ചെയ്യും? ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെടാനാണ് ആഗ്രഹിക്കുക. മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഹിതം തന്നെ അട്ടിമറിക്കാൻ ചില മുഖ്യമന്ത്രിമാർ തന്നെ ശ്രമിക്കും. എന്താ കാരണം? ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സായാൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണവും താഴെ പോകും. ഉണ്ട്, ഇതിനകത്തുണ്ട് ഞാൻ കണ്ടത് അല്ലേ? ഇപ്പോൾ പാർലമെന്റ് ഇപ്പോഴത്തെ 2029 തെരഞ്ഞെടുപ്പ് വന്നു, ഒരു ഗവൺമെന്റ് വന്നു. 1 വർഷം കഴിയുമ്പോൾ ആ ഗവൺമെന്റ് പരാജയപ്പെട്ടാൽ പാർലമെന്റിലേക്ക് മാത്രമേ ഉപതെരഞ്ഞെടുപ്പ് നടക്കൂ. ആ വരുന്ന സർക്കാരിന് ഗോവിന്ദ് കമ്മിറ്റിയുടെ ഒരു കരടിലുണ്ടായിരുന്നത്. നിയമസഭകളെ ബാധിക്കും. ഇനി ഞാൻ ഈ ഇലക്ട്രൽ റിഫോംസിനെ കുറിച്ച് പറയാം. അതായത് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതെനിക്കൊന്ന് 1990 ദിനേശ് ഗോസ്വാമി കമ്മിറ്റി വന്നു. ഇലക്ട്രൽ റിഫോംസിനെ കുറിച്ച് ഒരുപാട് ശുപാർശകൾ ഉപയോഗിച്ചു. ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ മുറിയിലുള്ള യഥാർത്ഥ എലഫൻറ്റിനെ നമ്മൾ കാണുന്നില്ല. അത് പ്രേമേന്ദ്രൻ പറഞ്ഞാണ്. എന്താണ് യഥാർത്ഥ എലഫൻറ്റ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് പൊള്ളൂട്ട് ചെയ്യപ്പെടുകയാണ്. ഈ പൊള്ളൂട്ട് ചെയ്യപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ്? പണമാണ്, പണാധിപത്യമാണ്. ഇപ്പോൾ പണമുള്ള പാർട്ടിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതിന് പരിഹരിക്കാൻ വേണ്ടി എന്താണ്? ആ ദിനേശ് ഗോസ്വാമി കമ്മിറ്റി സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് ഇലക്ഷൻസ് കൂടി പറഞ്ഞു. അതായത് രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചിത പരിധിക്ക് അപ്പുറത്ത് പണം ചെലവഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനൊരു പരിധി വേണം. അപ്പോൾ ഒരു തരത്തിലുള്ള ഇലക്ട്രൽ റിഫോംസും മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറല്ല. ഇനി എനിക്ക് ശിവശങ്കരോട് ചോദിക്കാനുള്ള കാര്യം, അതായത് 2021 ഇന്ത്യ സെൻസസ് നടത്തേണ്ടതാണ്. സെൻസസ് നടത്തിയിട്ടില്ല. അത് എന്തിനാണ് നീട്ടിക്കൊണ്ടുപോകുന്നത്? ഡീലിമിറ്റേഷൻ വൈകിപ്പിക്കാൻ വേണ്ടി. 2026 കഴിഞ്ഞിട്ട് സെൻസസ് നടത്തും. അപ്പോൾ എന്താ സംഭവിക്കുക? സദേൺ സ്റ്റേറ്റ്സിൻ്റെ പ്രാതിനിധ്യം ഗണ്യമായിട്ട് ചോർന്നു പോകും. നോക്കുക, എത്ര കോൺസ്പിറസിയോട് കൂടിയിട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജനസംഖ്യ അനുപാതത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് ഇന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള പ്രാതിനിധ്യം കുറയും. ഈ ആദ്യം എന്തുകൊണ്ടാണ് സെൻസസ് നടത്താത്തെന്നുള്ളൊരു ചോദ്യം പാർലമെന്റിൽ വന്നപ്പോൾ അത് അമിത്ഷാ മറുപടി പറഞ്ഞത് കോവിഡ് കാരണമാണ്, അല്ലേ? കോവിഡ് കഴിഞ്ഞു, എന്തുകൊണ്ട് സെൻസസ് നടത്തുന്നില്ല? 2026 കഴിഞ്ഞിട്ട് സെൻസസ് നടത്തിയിട്ട് സദേൺ സംസ്ഥാനങ്ങളുടെ, ദക്ഷിണ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഗണ്യമായി കുറയ്ക്കും. അപ്പോൾ ജനാധിപത്യമല്ല ഇവരുടെ വിഷയം. അതായത് ഇവർക്ക് മേൽക്കോയ്മയുള്ള ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പാർലമെൻറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കിക്കൊണ്ട് പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും ഗുണപരമായ ഒന്നോ? ഇപ്പോൾ ബില്ലുകൾ തന്നെ 148 MP-മാരെ പുറത്താക്കിയിട്ട് എത്രയോ ബില്ലുകൾ, ഈ 3 ക്രിമിനൽ ബില്ലുകൾ ഉൾപ്പെടെ പാസ്സാക്കി. ഈ 3 ക്രിമിനൽ ബില്ലുകളുടെ പേരുകൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പുതുതായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഗൂഗിൾ നോക്കാതെ ഈ ശിവശങ്കറിൻ്റെ പാർട്ടി കൊണ്ടുവന്ന് പാസ്സാക്കിയിട്ടുള്ള ഈ ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെ ആ 3 ബില്ലുകളുടെ പേര് പറയാൻ പറ്റുമോ? പറ്റില്ല. അതായത് നോക്കുക, സംസ്കൃതത്തിലുള്ള തലക്കെട്ടോട് കൂടിയിട്ടുള്ള
ഈ പറഞ്ഞ നിയമനിർമ്മാണം പോലും ഇവിടെ കൊണ്ടുവരുവാണ്. അപ്പോൾ ഇവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് BJP ഉയർത്തിപ്പിടിക്കുന്ന പ്രദാനം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് ജനാധിപത്യവും ഫെഡറലിസവും യഥാർത്ഥത്തിൽ ഈ ഒരു നിർദ്ദിഷ്ട നിയമത്തിലൂടെ അപകടത്തിലാവും. പക്ഷേ ഇത് ഭരണഘടനാ ഭേദഗതി വേണ്ട ഒരു നിയമനിർമ്മാണം ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് അടുത്തൊന്നും പാസ്സാകാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനൊരു വ്യാമോഹം ശിവശങ്കറെ കൊണ്ട് നടക്കേണ്ടതില്ലെന്നുള്ള ഒരു അപേക്ഷയുണ്ട്. നമുക്ക് അവസാനത്തെ 10 മിനിറ്റ് ചോദ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടൊരു 2-3 മിനിറ്റ് കൊണ്ട് ശ്രീ NK പ്രേമചന്ദ്രനോട് സംസാരിക്കും. ഇന്ത്യയിൽ 6 ദേശീയ പാർട്ടികളാണുള്ളത്. സംസ്ഥാന പാർട്ടികൾ 57. അതേസമയം രജിസ്റ്റർ ചെയ്ത പാർട്ടികൾ 2500 ചില്ലുവാനുണ്ട്. അപ്പോൾ ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടതുണ്ടോ? അതോ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ രാഷ്ട്രീയ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു എന്നൊരു തത്വമുണ്ട്. അപ്പോൾ ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികളെ ഒരു മുന്നണി സംവിധാനത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു വൈവിധ്യത്തെ കൊണ്ടുവരുന്നില്ലേ? അതിന് തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിലായി നടക്കുന്നതാണോ കൂടുതൽ അഭികാമ്യം? സത്യത്തിൽ കേരളത്തിൽ ശ്രീ അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ 1971 മുതൽ 70 മുതൽ 77 വരെയുള്ള ഗവൺമെൻറ്റാണ് കൂട്ടുമുന്നണി മന്ത്രിസഭയും ഗവൺമെൻറ്റും കാര്യക്ഷമതയോടും ഫലപ്രദമായി നടപ്പാക്കാമെന്ന് തെളിയിച്ചത്. ഏകകക്ഷി ഭരണത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഗവൺമെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്ഥിതി പരിശോധിച്ചാൽ ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെൻറ്റാണ്. ഇടതുപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണയോടുകൂടി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ നിന്ന് ആ ഗവൺമെൻറ് നടപ്പാക്കിയ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ്, മൻരേഖ ഉൾപ്പെടെയുള്ളവ, അതുപോലെ തുടർന്ന് വിവരാവകാശ നിയമം അടക്കമുള്ള ജനാധിപത്യ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് മുന്നണി രാഷ്ട്രീയവും പാർട്ടികളുടെ ബാഹുല്യവും ഒരിക്കലും ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് പ്രതികൂലമായി വന്നിട്ടില്ല. ഏകകക്ഷി ഭരണം നടന്നതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട നിലയിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഒരു പ്രശ്നം. 2, ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ കഴിയാതെ പോയൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയും സുപ്രധാനമായ ഒരു നിയമനിർമ്മാണം, കാരണം സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുന്നതാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സാണല്ലോ, അവരുമായി ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 52ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് കൂറുമാറ്റ നിരോധന ബിൽ പാർലമെൻറ്റ് പാസ്സാക്കി 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അംഗീകാരം വാങ്ങിയില്ല. പകുതിയിലധികം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം വേണം. ഇത് വേണ്ട, 368 അനുസരിച്ച് ഇതിന് വേണ്ട, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ പോയപ്പോൾ 93-ൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, സംസ്ഥാനങ്ങളെ ബന്ധിക്കുന്ന സംസ്ഥാന നിയമസഭാംഗങ്ങളെ കൂടി ബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന നിലയിൽ അവരെ കൂടി കൂറുമാറ്റ നിരോധന നിയമം ബാധിക്കുമെന്നതിനാൽ സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം, പകുതിയിലധികം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ലഭ്യമാക്കാത്തതിൻ്റെ പേരിൽ ആ 52ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിൻ്റെ 2 ഖണ്ഡികകൾ എടുത്തുകളഞ്ഞു. സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തി. ഇവിടെയാണെങ്കിൽ വളരെ പ്രധാനമല്ലേ, സംസ്ഥാന നിയമസഭകളുടെ കാലാവധി പോലും 5 വർഷം എന്നുള്ളത് 2-3 വർഷമായി പരിമിതപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു ഭരണഘടനാ ഭേദഗതി സംസ്ഥാനങ്ങളുടെ അഭിപ്രായം പോലും സ്വീകരിക്കാതെ ഏകപക്ഷീയമായി ഗവൺമെൻറ് നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് ഫെഡറൽ ജനാധിപത്യ സംവിധാനമാണ് കേന്ദ്ര ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത്? നമുക്കിനി ചോദ്യങ്ങളിലേക്ക് പോകാം. 3 പേരും അവരുടേതായ വീക്ഷണങ്ങൾ വളരെ ഗൗരവത്തോടെ അവതരിപ്പിച്ചു. 2-3 ചോദ്യങ്ങൾക്ക് അവസരമുണ്ടാവും. നമ്മുടെ ബഹുമാനപ്പെട്ട MP ആയ പ്രേമചന്ദ്രൻ സാറോടാണ് ചോദ്യം. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒരുപാട് ചെറുകിട പാർട്ടികളുണ്ട്. ഇപ്പം BJP എന്ന പാർട്ടി അവർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ അവർ പുറത്തെടുക്കുന്ന മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം നമ്മൾ ആലോചിക്കുന്ന MP എന്ന നിലയിൽ അങ്ങയോട് ചോദിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്തിലുള്ള ചെറുകിട പാർട്ടികളുടെയൊക്കെ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്നത് ചെറുകിട പാർട്ടികളാണ്. പല ചെറുകിട പാർട്ടികൾ നിൽക്കാൻ തന്നെ പ്രതിസന്ധിയിലാണ്. ഫണ്ടില്ലാത്ത പ്രശ്നമുണ്ട്. അപ്പം ഒരു വലിയ പാർട്ടിക്ക് കിട്ടുന്ന ഫണ്ടൊന്നും ചെറുകിട പാർട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ പക്ഷേ ആ ചെറുകിട പാർട്ടികൾ കൂടി ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. അപ്പോൾ ഈ ചെറുകിട പാർട്ടികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് MP എന്ന നിലയിലുള്ള അനുഭവ പരിചയത്തിൽ നിന്ന് അങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ട്. അതേപോലെ നമ്മളെ ബഹുമാനപ്പെട്ട ശിവശങ്കരൻ സാറോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന ചെലവ് ചുരുക്കുക എന്ന നയം ആത്മാർത്ഥത ഉള്ളതാണെങ്കിൽ പല വിദേശ രാജ്യങ്ങളിലും വളരെ ചുരുങ്ങിയ ചെലവിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്.
അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ ചെലവാക്കുന്ന പൈസ ചുരുക്കുവാനുള്ള നടപടികൾ നിങ്ങൾക്ക് എല്ലാ പാർട്ടികളുമായി ആലോചിച്ച് ചെയ്തുകൂടെ? ഈ ചെറു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നം തന്നെയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പ്രാദേശിക പാർട്ടികൾ, അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന TDPയും നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യുണൈറ്റഡ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ വിയോജിക്കുന്നത്. ചെറുപാർട്ടികളും പ്രാദേശിക പാർട്ടികളും ഒക്കെ കാലാന്തരത്തിൽ അപ്രസക്തമാകുന്ന സ്ഥിതിയിലേക്ക് വരും. സത്യത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 ഗുണഭോക്താക്കൾ BJPയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ്. ഇന്ത്യ ഭരിച്ച പല പാർട്ടികളും തന്നെ ഇപ്പം നിലവിലില്ല. ഏതാ? ഇന്ത്യ ഭരിച്ച പല പാർട്ടികളും തന്നെ ഇപ്പോൾ നിലവിലില്ല. പിന്നെ ഒരു പാർട്ടിയുടെ നിലനിൽപ്പ്, താങ്കൾ സൂചിപ്പിച്ച ഒരു പാർട്ടിയുടെ നിലനിൽപ്പ് ആ പാർട്ടി സ്വീകരിക്കുന്ന നയത്തിൻ്റെയും പരിപാടിയുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി RSP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവെയും കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും താരതമ്യേന വളരെ ചെറുതായിട്ടുള്ളൊരു പാർട്ടിയാണ്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ 15 വർഷമായി നിയമസഭാ പ്രാതിനിധ്യം പോലും ഇല്ല. കേരള നിയമസഭയിൽ 10 വർഷമായി നിയമസഭാ പ്രാതിനിധ്യം പോലും ഇപ്പോഴും നിൽക്കുന്നു. അപ്പം അതിന് ഘടകങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. ഒരിക്കലും ചെറിയ പാർട്ടികളും പാർട്ടികളുടെ ബാഹുല്യവും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ദോഷകരമായി ബാധിക്കുന്നില്ല. കൂടുതൽ ജനാഭിപ്രായവും വൈവിധ്യവൽകൃതമായിട്ടുള്ള ജനാധിപത്യ അഭിപ്രായ രൂപീകരണവും ഒക്കെ ഉണ്ടാകുന്നതിന് ഇത്തരത്തിലുള്ള പാർട്ടികൾ സഹായകരമായി തീർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിലാകെ പരിശോധിച്ച് നോക്കിയാൽ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഈ അലയൻസ് പൊളിറ്റിക്സ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ചെറുപാർട്ടി ഇതുവരെ ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഒരു വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് യൂണിയൻ പാർലമെൻറ്റിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധമായിട്ടാണ് മുടവമ്മുകൾ ഡിവിഷൻ്റെ തെരഞ്ഞെടുപ്പും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മുടവമ്മുകളുടെ വിഷയങ്ങളല്ല, സെപ്പറേറ്റ് വോട്ടിംഗ് ആണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു എലക്ഷൻ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട ദേശീയ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ പ്രാദേശിക പാർട്ടികൾ അപ്രസക്തമാകും, പ്രാദേശിക വിഷയങ്ങൾ അപ്രസക്തമാകും. അതാണ് നമ്മൾ പറയുന്നത്, ഒരു ഫെഡറൽ ജനാധിപത്യം വൈവിധ്യവും ബഹുസ്വരതയിലും അധിഷ്ഠിതമാണ്. ആ സൗന്ദര്യമാണ് രാജ്യത്തിന് ജനാധിപത്യ പ്രക്രിയയിൽ നഷ്ടപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി ശരിക്കും അത് പറയണോ? കാരണം വെച്ചാൽ എല്ലാവരും തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തെ അനുകൂലിക്കുന്നവരാണ്. അല്ലെങ്കിൽ 1-2 വാക്ക് ഒരു ചെറിയ വിരുദ്ധാഭിപ്രായം. പൊതുവെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്നത് പണത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് എന്നൊരു ധാരണയുണ്ട്. അത് പൂർണ്ണമായിട്ട് ശരിയല്ല. കാരണം ചരിത്രപരമായി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരനെതിരെ നമ്മൾ പടപൊരുതി ജയിച്ചത് ബ്രിട്ടീഷുകാരനേക്കാൾ സാമ്പത്തിക സ്ഥിതി കൊണ്ടല്ല, നമുക്കെല്ലാവർക്കും ഈ തിരഞ്ഞെടുപ്പിൽ പണം നൽകിക്കഴിഞ്ഞാൽ കളർ പോസ്റ്റർ അടിച്ചാൽ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്നുള്ള തീരുമാനമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, മലയാളികളോ അല്ലെങ്കിൽ ആരും എടുക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ ഇത് മാത്രമല്ല അതിൻ്റെ ഒരു കാരണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കട്ടെ. ഈ നേരത്തെ സൂചിപ്പിച്ച പല കാര്യത്തിലും നീണ്ട അഭിപ്രായമുണ്ടെങ്കിലും 47 പാർട്ടികൾ ഈ ഇഷ്യൂവിൽ വൺ നേഷൻ വൺ ഇലക്ഷനിൽ പങ്കെടുത്തപ്പോൾ അതിൽ 32 പാർട്ടികളും അതിനെ പിന്തുണച്ചതാണ്. 16 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ BJD, JDU, YSR എന്ന് AIDMK തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ അംഗീകരിച്ചു. അപ്പോൾ ഭൂരിപക്ഷമായ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ അംഗീകരിച്ചത് കൂടിയാണ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്നു. ഒരൊറ്റ ലൈനും കൂടി, പാർലമെൻറ്റ് പുതിയത് പണിതാൽ ഭയങ്കര നഷ്ടമാണ്. കേരളത്തിൽ പുതിയ അസംബ്ലി പണിതതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതും അത്ര നല്ല അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേര് രാജീവ്, കോട്ടയം സ്വദേശിയാണ്. എൻ്റെ ചോദ്യം ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയത്തിൽ ഒരു ഉദാഹരണം പറയാനായിട്ട്, 1987 കേരളത്തിൽ വന്ന ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ്, 87 മുതൽ 92 വരെ അതിന് കാലാവധി ഉണ്ടായിരുന്നു. അന്ന് 91 പാർലമെൻറ്റ് ഇലക്ഷനോടൊപ്പം തന്നെ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി. നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി. അന്ന് പറഞ്ഞിരുന്ന ന്യായം ഈ ചെലവ് ചുരുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് വിരോധാഭാസമല്ല. ഇപ്പോൾ BJP പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടെന്നുള്ളത് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. ഇതൊരു വിരോധാഭാസമല്ലേ? നമ്മളിപ്പോൾ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം, അതല്ലെങ്കിൽ ഒരു വ്യക്തി പറഞ്ഞത്, അതിനപ്പുറത്ത് നമ്മുടെ ഒരു ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണം എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണല്ലോ ഇവിടെ ചർച്ചയിൽ വരുന്നത്. അപ്പോൾ അതാണല്ലോ ഏറ്റവും പ്രസക്തമായ കാര്യം. ഇതെന്ന് പറഞ്ഞാൽ
നമ്മൾ മാത്രമല്ല, വരുന്ന ഒരുപാട് തലമുറകളെ സ്വാധീനിക്കുന്നൊരു വിഷയമല്ലേ ഇത്. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിലൊരു ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞ ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് നമ്മുടെ ഒരു നിയമനിർമ്മാണത്തെ എനിക്കെന്താണ് താങ്കൾ അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എൻ്റെ ശ്രദ്ധയിൽ വരുന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും അന്ന് ഞാൻ മനസ്സിലാക്കിയ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ ജില്ലാ പഞ്ചായത്തിലും ജില്ലാ കൗൺസിലിലും വലിയ വിജയം നേടിയപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാമെന്നുള്ളൊരു തോന്നൽ നടത്തിയിരുന്നപ്പോഴാണ്. അപ്പോഴേക്കും ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവം രാജീവ് ഗാന്ധിയുടെ മരണം. അപ്പം നോക്കുക, പൊളിറ്റിക്കൽ സബ്സ്റ്റാൻറ്റീവായ ഇഷ്യൂവിൻ്റെ അപ്പുറത്ത് വൈകാരികമായ ഇഷ്യൂസാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമായല്ലോ. ഇതൊന്നും ഇവിടെ ഞങ്ങൾ ഉന്നയിച്ച വാദഗതിയെ സാധൂകരിക്കുന്നതാണ് താങ്കൾ പറഞ്ഞ കാര്യം. അതെ, ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ഒഴികെയുള്ള 13 ജില്ലാ കൗൺസിലും ജയിച്ചപ്പോഴാണ് സത്യത്തിൽ LDF തെരഞ്ഞെടുപ്പ് ഒരു വർഷം മുമ്പേ പ്രഖ്യാപിച്ചത്. പക്ഷേ ഫലമെന്തായി? അവിടെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, ജില്ലാ കൗൺസിലിലേക്കും പഞ്ചായത്തിലേക്കും പാർലമെന്റിലേക്കും ഒക്കെയുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അത് പ്രേമചന്ദ്രൻ സാർ തിരിച്ചല്ലേ ഇപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുള്ള സ്വാധീനം തിരിച്ച് പാർലമെന്റിലേക്ക് മാറി എന്നുള്ളതല്ലേ ഇപ്പൊ കാണിക്കുന്നത്? അല്ലല്ല, അന്ന് ജില്ലാ കൗൺസിലിൽ ജയിച്ചു 13 ജില്ലാ കൗൺസിൽ. രണ്ട് പാറ്റേണെങ്കിലാണെന്ന് അങ്ങ് സമ്മതിച്ചു. രണ്ട് പാറ്റേൺ ആണ്, സംശയമില്ല. പാറ്റേൺ ആണെങ്കിലും അത് ക്രിസ് ചെയ്യാം. എന്താ കാരണം വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയങ്ങൾ മാത്രം ക്യാമ്പയിനിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന വിഷയങ്ങൾ സമ്മർജ് ചെയ്യപ്പെടും. പിന്നെ ഈ ബില്ലിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ചുള്ളൊരു അന്തിമമായ രൂപമില്ല. ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചാൽ ഇത് നേരത്തെ പ്രേമേന്ദ്രൻ പറഞ്ഞു ഞാൻ പറഞ്ഞു, ഇത് ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. BJP പുഷ് ചെയ്യുന്ന അഡീഷണൽ നിർദ്ദേശങ്ങൾ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷം പുഷ് ചെയ്യുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഈ ബില്ല് ഏത് രൂപത്തിലേക്ക് വരുമെന്ന് രാംനാഥ് കോവിന്ദ് സമിതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലും കുറച്ച് ഭേദഗതി വന്നാണ്. കുറച്ചല്ല, ഗണ്യമായ മാറ്റങ്ങൾ വേണം വരാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, BJP വിഭാവനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ്. അതായത് പാർലമെൻറ്റ് പിരിച്ചുവിടപ്പെട്ടാൽ, ലോകസഭ പിരിച്ചുവിടപ്പെട്ടാൽ നിയമസഭയും ഗവൺമെൻറ്റുകളും പോകണമെന്നുള്ളത് BJP മെമ്പർമാർ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശിവശങ്കർ, എന്താ കാരണം വെച്ചാൽ ബേസിക്കലി എന്താ നിങ്ങളുടെ ആഗ്രഹം? നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എനിക്ക് ശിവശങ്കരുടെ അടുത്ത് ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നത് പോലെ തന്നെ BJP MP-മാരുടെ അടുത്തുനിന്നും ഒരുപാട് വിവരങ്ങളുണ്ട്. നിങ്ങൾക്കിത് പ്രേമേന്ദ്രൻ പറഞ്ഞ പോലെ ഒരു പ്രസിഡൻഷ്യൽ മോഡ് ഓഫ് ഗവൺമെൻറ്റിൽ എത്തിക്കണം. നരേന്ദ്രമോദിക്ക് പാർലമെൻറ്റിൽ വന്നിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് പോലും ഇന്ത്യയുടെ ചരിത്രത്തിൽ പാർലമെൻറ്റിൽ ഏറ്റവും കുറച്ച് സമയം ചെലവഴിച്ച ഒരു പ്രധാനമന്ത്രി എന്നുള്ള ഒരു പദവിയുള്ളത് ആർക്കാണ്? നരേന്ദ്രമോദിക്ക്. ഇപ്പം ഇരിക്കുന്ന സമയം പോലും അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല. അതിലേക്ക് രാജ്യം പോകണം എന്നുള്ളതിൻ്റെ ഒരു നിദാനമായിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. വളരെ ഗൗരവമുള്ള ചർച്ച. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം.